അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷ്മതയോടുകൂടി പുലർത്തി ജീവിക്കണമേ എന്ന് ഗൗരവത്തിൻ്റെ ഭാഷയിൽ എന്നെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഏറെ പ്രസക്തമായ ഒരു വചനമുണ്ട്. ആയത്തിങ്ങനെയാണ്: ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്നാണ്. അള്ളാഹുവിൻ്റെ അരികിൽ കുറ്റമറ്റ ഹൃദയവുമായി ചെന്നവരാണ് രക്ഷപ്പെടുക, അവരാണ് വിജയിക്കുക. അതല്ലാത്തവരെല്ലാം നാളെ വേദനിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും, ഖേദിക്കേണ്ടി വരുമെന്ന റഹ്മാനായ റബ്ബിൻ്റെ വചനം ഏറെ പ്രസക്തമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുറ്റമറ്റ ഹൃദയത്തിൻ്റെ ഉടമയാവുക എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ കാണേണ്ട, ഏറെ ശ്രദ്ധ കാണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് നൽകിയ ഹദീസ് പ്രിയപ്പെട്ടവരെ നമുക്ക് സുപരിചിതമാണല്ലോ. ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിന്റെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ അവയവം ശരിയായാൽ നിന്റെ ശരീരം മുഴുവൻ ശരിയായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, എന്നാൽ ആ അവയവമെങ്ങാനും കേടുവന്നാൽ നിന്റെ ശരീരം മുഴുവൻ കേടുവന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാണ് ആ അവയവമെന്ന്
പഠിപ്പിച്ചു തരുന്നുണ്ട്. അലാ വഹിയൽ ഖൽബ്, അറിയണേ അത് നിൻ്റെ ഹൃദയമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ, ഒരു മനുഷ്യൻ്റെ അവയവങ്ങളെ തൊട്ട് കണക്കാക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്നുള്ളത് അവൻ്റെ ഹൃദയമാണ്. അൽ ഖൽബു ഹുവൽ അസ്ൽ, അവൻ്റെ ഹൃദയമാണ്, അവൻ്റെ ഖൽബാണ്. അവൻ്റെ മറ്റു ശരീരാവയവങ്ങളെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ അടിത്തറ ലാ യുംകിനു അൻ യതഖല്ലഫൽ ബദനു അമ്മാ യുരീദുൽ ഖൽബ്. ഹൃദയം എന്താണോ ആഗ്രഹിക്കുന്നത്, ഹൃദയം എന്താണോ താല്പര്യപ്പെടുന്നത്, ഹൃദയം എന്താണോ കൊതിക്കുന്നത്, അതിലേക്ക് മനുഷ്യൻ്റെ മറ്റു ശരീരാവയവങ്ങൾ എത്തിച്ചേരുമെന്നുള്ളത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. അല്ലേ, തഖ്വ എന്താണ് പ്രിയപ്പെട്ടവരെ? തഖ്വ എന്നാൽ എന്താണ്? ഇത്തരം വിജ്ഞാനവേദികളിലൂടെയും ഖുതുബകളിലൂടെയും മറ്റുമൊക്കെ കേട്ടു പരിചയിച്ച ആ പദം അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലേ തൻ്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, അത്തഖ്വ ഹാഉനാ, അത്തഖ്വ ഹാഉനാ വഅശാറ ബിയദിഹി ഇലാ സുദ്രിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കൈ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. 3 തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചത്. അപ്പം തഖ്വ എന്നുള്ളത് അത് ഹൃദയത്തിലാണ്. റസൂലുള്ളാഹിൻ്റെ മറ്റൊരു ഹദീസ് നോക്കിയേ നിങ്ങൾ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, ഒരിക്കലും റഹ്മാനായ റബ്ബ് നിങ്ങളുടെ രൂപത്തിലേക്കല്ല, നിങ്ങളുടെ സമ്പത്തിലേക്കല്ല നോക്കുക, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു വ്യക്തിയിൽ ബാഹ്യമായ രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നല്ല താടിയുണ്ട്, നിര്യാണിക്ക് മുകളിലാണ് വസ്ത്രം, എല്ലാം കൊണ്ടവൻ ഓക്കെയാ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുക, യൻദുറു ഇലാ ഖുലൂബിക്കും, നിന്റെ ഹൃദയത്തിലേക്കാണോ റഹ്മാനായ റബ്ബ് നോക്കുക എന്നുള്ളത് മഹാരഥം അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നൊരു വാചകമുണ്ട്, ഇന്നൽ അഅമാല ലാ തതഫാലു ബിസുഅരിഹാ വ അദദിഹാ. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വാചകം കേട്ടോ. ഒരിക്കലും അമലുകൾ ലാ തതഫാലു ബിസുവരിഹാ വ അദദിഹാ, ഒരു പ്രവർത്തനം അതിൻ്റെ എണ്ണം കൊണ്ടോ അതിൻ്റെ വണ്ണം കൊണ്ടോ അതിൻ്റെ രൂപം കൊണ്ടോ അല്ല റഹ്മാനായ റബ്ബിൻ്റെ അരികിൽ ശ്രേഷ്ഠമാവുക. വ ഇന്നമാ തതഫാലു ബിതഫാലുലി മാ ഫിൽ ഖുലൂബ്, നിന്റെ ഹൃദയത്തിൽ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, നിന്റെ ഹൃദയം അതിനെത്രത്തോളം ഗൗരവപൂർവം കണ്ടിട്ടുണ്ട്, നിന്റെ ഹൃദയത്തിൽ ആ കർമ്മത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട്, അതിനനുസരിച്ചായിരിക്കും റഹ്മാനായ റബ്ബിൻ്റെ അരികിലെ ആ പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠത വർദ്ധിക്കുക. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാചകങ്ങൾ പ്രത്യേകം അടിവരയിട്ട് കേൾക്കണം. ഫതകൂനു സൂറത്തുൽ അമലൈനി വാഹിദതൻ, അല്ലേ, ഒരു വ്യക്തിയുടെ പ്രവർത്തനം തന്നെ 2 രൂപത്തിലാകും. എങ്ങനെ? വബൈനഹുമാ ഫിത്തഫാലുലി കമാ ബൈനസ്സമാഇ വൽ അർള്. ഒരു പ്രവർത്തനം അത് വ്യത്യസ്ത വ്യക്തികൾ ചെയ്യാണ്, അത് എത്രത്തോളം അജഗജാന്തരം വ്യത്യാസം ഉണ്ടാവും. അജവും ഗജവും, അല്ലേ, ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം എത്രയാ. മഹാരഥനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കമാ ബൈനസ്സമാഇ വൽ, നിസ്കരിക്കുന്നത് എല്ലാവരും ഒരേപോലെയാണ്, നോമ്പ് വലിക്കുന്നത് എല്ലാവരും ഒരേപോലെയാണ്, സ്വതക്ക കൊടുക്കുന്ന എല്ലാവരും ഒരേപോലെയാണ്. പക്ഷേ ആ അവരുടെ പ്രവർത്തനത്തിൻ്റെയും പ്രതിഫലത്തിൻ്റെയും വിഷയത്തിൽ എത്രത്തോളം ഉണ്ട്,
കമാ ബൈന സമാഇ വൽ അർള്, ആകാശഭൂമിയോളം വ്യത്യാസമുണ്ട്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഉദാഹരണം കൂടി പഠിപ്പിച്ചു തരുന്നുണ്ട്. വറജുലാനി യകൂനു മഖാമുഹുമാ ഫീ സഫിൻ വാഹിദ, രണ്ട് വ്യക്തികൾ ഒരേ സഫിൽ നിൽക്കുകയാണ്, അതേ ഒരേ നമസ്കാരം നമസ്കരിക്കുകയാണ്. വബൈന സ്വലാത്തൈഹിമാ കമാ ബൈന സമാഇ വൽ അർള്, അവരുടെ ഇരുപേരുടെയും നമസ്കാരം ആകാശഭൂമിയോളം വ്യത്യാസമുണ്ടേ. നമ്മൾ നോക്കിയേ, മലപ്പുറം പള്ളിയിൽ ഒറ്റ സഫിൽ നിന്നിട്ട് നിസ്കരിക്കുക രണ്ടുപേരിട്ടോ, ളുഹർ നിസ്കാരം എന്ന് കരുതിക്കോളി നിങ്ങൾ. ആ വ്യക്തികളുടെ നമസ്കാരം കമാ ബൈന സമാഇ വൽ അർള്, അതേ ആകാശ ഭൂമിയോളം വ്യത്യാസമുണ്ടേ ആ ഇരുപേരുടെ നമസ്കാരവും. മഹാരഥനായ ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെട്ട പണ്ഡിതൻ പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ഹൃദയം എന്നുള്ളത് അതിങ്ങനെ, പ്രത്യേകിച്ച് സഹോദരിമാർക്കാണ് ആ ഉദാഹരണം നല്ല രൂപത്തിൽ മനസ്സിലാവുക. ഇങ്ങനെ പാത്രം, ഒരടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലൊരു വെള്ളം നിറച്ചിട്ട് ആ വെള്ളം തിളക്കുമ്പോൾ ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമല്ലേ. ഏത് ഭക്ഷ്യവസ്തു ആയിക്കോട്ടെ, തിളക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. അതുപോലെ ഹൃദയം മാറി മറിയുന്ന. ഇപ്പോഴത്തെ ഈമാനാവില്ല, 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുകയാണ്. നിന്റെ വാചകമല്ല, അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുക, ലഖൽബു ഇബ്നി ആദമ അസ്റഉ തഖല്ലുബൻ മിനൽ കിദിർ. ഒരു പാത്രത്തിൽ ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തു വെച്ചിട്ട് അതിങ്ങനെ വെട്ടിത്തിളക്കുമ്പോൾ ആ ഭക്ഷ്യവസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയും. അതുപോലെ ഹൃദയം മാറി മറിയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരിക. ഇനി നോക്കിയേ, മസലുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ഉപമ എന്തെന്നറിയോ? മസലുരീഷ, അതേ ഒരു ഇലയെപ്പോലെയാണ്. ഒരു മരുഭൂമിയിൽ കിടക്കുന്ന ഒരു ഇലയെപ്പോലെ. ആ മരുഭൂമിയിൽ ശക്തമായ അതിവേഗതയിലുള്ള കാറ്റുണ്ടാവും. ആ കാറ്റിനനുസരിച്ച് ആ ഇല എന്താവും? ഒരു ദിശയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കും. അതുപോലെ ഹൃദയം മാറി മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി എത്രയെത്ര ഹദീസുകളാണ്, എത്രയെത്ര ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയത്. ഒരു വ്യക്തിയുടെ ഹൃദയം നന്നാവാതെ അദ്ദേഹത്തിൻ്റെ ഈമാൻ പൂർത്തിയാവൂല. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു വ്യക്തിയുടെ ഈമാൻ പൂർത്തിയാവൂല, ശരിയാവൂല എന്നാ, അവൻ്റെ ഹൃദയം ശരിയാവുന്നത് വരെ. ഇത് ഈ ഹദീസിൻ്റെയൊക്കെ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയാലേ നമുക്കിത് തിരിയുള്ളൂ. ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരത്തിൽ വരും. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഒരു വ്യക്തിയുടെ ഹൃദയം ശരിയാവില്ല ഏതുവരെ? അവൻ്റെ നാവ് ശരിയാവുന്നത് വരെ. ഇതൊക്കെ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഹൃദയം മാറി മറിയുമെന്നും, ഹൃദയം ഒരു സ്ഥലത്ത് ഒരു സമയത്ത് നിൽക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഉണ്ടാവുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം നമ്മിലേക്ക് അടുക്കുന്ന സമയത്ത് ഈമാനില്ലാത്തൊരവസ്ഥയിൽ, അല്ലേ, ഹൃദയശുദ്ധിയില്ലാത്തൊരവസ്ഥയിൽ, കുറ്റമറ്റ ഹൃദയമല്ലാത്തൊരവസ്ഥയിലാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകേണ്ട ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മളൊരു 1000 മീറ്റർ ഓടാൻ ഏൽപ്പിക്കപ്പെട്ട, അല്ലേ, ഒരു മത്സരാർത്ഥി. എല്ലാവരും ഉണ്ട്, എല്ലാവരും ശീഘ്ര വേഗതയിൽ ഓടുന്നു, മുന്നോട്ട് പായുന്നു. ആ ഒരു ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് മുന്നേ ഒരു മണിക്കല്ല് തട്ടി നിലം പതിക്കുന്നു, വീഴുന്നു. അവനെ നമ്മൾ ആരെങ്കിലും വിജയിയായിട്ട് പ്രഖ്യാപിക്കുമോ? അല്ലേ, അവൻ വീണതല്ലേ, മണിക്കല്ല് തട്ടിയതല്ലേ, അതുകൊണ്ട് അവനെ വിജയിയായി പ്രഖ്യാപിക്കാമെന്ന് ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും പറയുമോ? ഇല്ല, അവൻ പരാജിതനായി. അതല്ലാത്തവർ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടുള്ള വിധികൽപ്പിക്കൽ അവിടെ ഉണ്ടാവുക. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഈ റമദാനിൻ്റെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് ആവേശ കമ്മിറ്റിക്കാരാണ് നമ്മൾ പലപ്പോഴും. എല്ലാ രംഗത്തും മുന്നിലുണ്ടായിട്ടുണ്ട്.
ഇതിങ്ങനെ ഈ ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ, പ്രത്യേകിച്ച് അവസാന നാളിലേക്ക് ഇങ്ങനെ യാത്രയാകുമ്പോൾ നമ്മളിങ്ങനെ ചില മേഖലയിൽ നിന്നൊക്കെ ഇങ്ങനെ പിന്തിരിയുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മുടെ സ്വന്തം മനസ്സിനോടൊന്ന് ചോദിക്കുക. അത് റമദാനിൻ്റെ കാര്യം. നമ്മുടെ അവസാന കാലഘട്ടം അത് ഏത് സമയത്താണെന്നറിയോ? ഇന്നാണ് എൻ്റെ അവസാനം എന്ന് പറയക്ക് കഴിയോ? ഇന്നാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസാനമെന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയോ? ആർക്കും കഴിയൂല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ കരുതണം, സല്ലു സ്വലാത്ത മുവദ്ദിഈൻ. ഇമാം ഇങ്ങനെ പറയും, എങ്ങനെ നിസ്കരിക്കണം? നിങ്ങൾ അവസാനത്തെ നിസ്കാരാണെന്ന ബോധ്യത്തോടു കൂടി നിസ്കരിക്കണേ. ആ രൂപത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ കാണണം. ആ ഒരു സമയത്ത് നമ്മുടെ ഹൃദയം കുറ്റമറ്റ ഹൃദയമല്ല എങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ആ ഹൃദയം നന്നാക്കാൻ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നെൻ്റെ സംസാരത്തിലൂടെ പറയാനും നിങ്ങളെ മനസ്സിലാക്കി തരാനും ഉദ്ദേശിക്കുന്ന. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്ന്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വീടിൻ്റെ ഏതെങ്കിലും കോലായിലോ ഹാളിലോ കുറച്ച് നാമങ്ങൾ കെട്ടിത്തൂക്കൽ കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പരിചയിക്കലാവില്ല. കേവലം ആ പദങ്ങൾ മനഃപ്പാടമാക്കിയത് കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മനസ്സിലാക്കലാവില്ല. റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് നമുക്കൊക്കെ സുപരിചിതമാണല്ലോ. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? എന്തായിരുന്നു? ഇന്നലില്ലാഹി, അള്ളാഹുവിനുണ്ട് 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. മൻ അഹ്സാഹാ, ആരെങ്കിലും ആ നാമങ്ങൾ ഇഹ്സാ ചെയ്യുകയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. എന്താ ഇഹ്സാ? അതാണല്ലോ അടുത്ത ചോദ്യം. എന്താണ് ഇഹ്സാ? ആ നാമങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചു, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചു. അപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല ഹൃദയമുള്ളവനായി ജീവിക്കാൻ കഴിയും. ഇത് വെറുതെ പറഞ്ഞതല്ല. കാരണം അള്ളാഹിൻ്റെ നാമങ്ങളൊന്നും ആലോചിച്ചൊക്കെ, ഖബീറെന്നും അലീമെന്നും സമീഅെന്നും ബസീറെന്നും വദൂദെന്നും ഖാദിറെന്നും അള്ളാഹുവിന് എത്രയെത്ര നാമങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഖബീർ എന്ന റഹ്മാനായ റബ്ബിൻ്റെ ആ ഒരു നാമം മനസ്സിലാക്കിയൊരു വ്യക്തിക്ക്, ആ ഒരു വ്യക്തിക്ക് പിന്നെ ജീവിതത്തിലൊരു തെറ്റ് ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് ഉൾക്കൊണ്ടൊരു വ്യക്തിക്ക് എന്താ ഖബീർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി ആരാരും കാണുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും നിന്റെ ഉറ്റവരോ ഉടയവരോ നിന്റെ ഉമ്മയോ ബാപ്പയോ നിന്റെ ഭാര്യയോ ഭർത്താവോ തൻ്റെ മക്കളോ തൻ്റെ കുടുംബാംഗങ്ങളോ ആരും അറിയുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന ബോധ്യം ആ ഒരു ഇസ്മ മനസ്സിലാക്കുന്നതിലൂടെ അവൻ പഠിച്ചോന്ന്. അവൻ ഇപ്പം ഈ ഒരു ഇവിടെയുള്ള സൗണ്ട് സ്പീക്കറും മറ്റുമൊക്കെ ഈ ഒരു മലപ്പുറം ഈ ഒരു ഈ പള്ളിൻ്റെ ഹാളിലല്ലോ കിട്ടുക, അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്കേ കേൾക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിൽ കയറ്റി അപ്ലോഡ് ചെയ്താൽ മറ്റുള്ളവർക്കും കേൾക്കാൻ പറ്റും, അല്ലാതെ കേൾക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ കേൾവിയും അള്ളാഹുവിൻ്റെ കാഴ്ചയും ഒന്നും പരിധിയില്ലാത്തതല്ലേ പ്രിയപ്പെട്ടവരെ. ഇതിങ്ങോട്ട് ഉൾക്കൊണ്ടൊരു വ്യക്തിക്ക് ജീവിതത്തിൽ തിന്മകൾ ചെയ്യാൻ കഴിയില്ല, ജീവിതത്തിൽ അപാകതകൾ ചെയ്യാൻ കഴിയില്ല, ജീവിതത്തിൽ റബ്ബിനെ മറന്നുകൊണ്ടൊരു ജീവിതം ജീവിക്കാൻ കഴിയില്ല. ഇനി രണ്ടാമത്തത് എന്താ? ശിർക്ക് ജീവിതത്തിൽ കടന്നു വരാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന എന്താ? അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ പാടില്ല എന്ന ശിർക്കുൽ അക്ബർ മാത്രമാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കല്. അതിൻ്റെ മറ്റൊരു വകഭേദമുണ്ട്. മുവഹിദീങ്ങളായ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശിർക്ക് അത് നല്ല ഗൗരവത്തോടു കൂടി എടുക്കണം. പരിശുദ്ധ ഖുർആൻ അല്ലേ ശിർക്കിൻ്റെ ഗൗരവത്തെ സൂചിപ്പിച്ചപ്പോൾ പരിചയപ്പെടുത്തി തന്ന ആയത്തെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ. മുശ്രിക്കീങ്ങൾ നജസാണ്. അതൊരു വിഭാഗത്തെ പറഞ്ഞാണ് അല്ല, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ആ വിശ്വാസം ഏതൊക്കെ വ്യക്തികളുടെ ഹൃദയത്തിലുണ്ടോ നജസാണ് അല്ലേ, മ്ലേച്ഛമായതാണ്, വൃത്തികെട്ടതാണ്. അത് ഏതിലുണ്ടാവുക? ഹൃദയത്തിലല്ലേ അല്ലേ? കുട്ടികൾ ശുദ്ധീകരണം പഠിക്കുമ്പോൾ ബാഹ്യമായതും ആന്തരികമായ ശുദ്ധീകരണം പഠിക്കും അല്ല. ആന്തരികമായ ശുദ്ധീകരണത്തിൽപ്പെട്ടതാണെന്ത്? ശിർക്ക്. മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് എടുത്തു കളയേണ്ടത്. ശിർക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം
വളരെ മ്ലേച്ഛമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇനി ആ രണ്ടാമത്തെ ഷിർക്കിൻ്റെ മറ്റൊരു വകഭേദം എന്താ? നമുക്കൊക്കെ അറിയാം, റിയാ എന്നുള്ളത് അല്ലേ, ലോകമാന്യത. ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്ന് വന്നിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഗൗരവമാണ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഹദീസ് ഉണ്ട്. അവ്വലുന്നാസി യുഖ്ളാ യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ വിധി തീർപ്പാക്കുന്ന ചില വ്യക്തികളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്താം. ശ്രദ്ധിച്ച് കേട്ടോളി. ആരൊക്കെ അതിൽ വരുന്നതെന്നറിയോ? ഒന്ന് റജുലുൻ ഉസ്തുഷ്ഹിദ, അതേ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അടരാടി പോരാടിയവനാണ്. അതേ അവൻ്റെ ശരീരം നോക്കിയില്ല, പക്ഷേ അവൻ ചെയ്തതെന്തിനാണ്? അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയല്ല. അവൻ ചെയ്തത് അവിടെയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ നല്ലൊരു യോദ്ധാവാണെന്ന് നാട്ടുകാർ പറയട്ടെ, ഞാൻ നല്ലൊരു ദാഇയാണെന്ന് നാട്ടുകാർ പറയട്ടെ, ഞാൻ നല്ലൊരു ആബിദാണ്, ഞാൻ നല്ലൊരു ആലിമാണ് എന്ന് നാട്ടുകാർ പറയട്ടെ എന്ന ചിന്തയിലാണ് അവൻ ആ പ്രവൃത്തി പ്രവർത്തിച്ചത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വ്യക്തി ആരാ? പ്രിയപ്പെട്ടവരെ, ഖുർആൻ പാരായണം ചെയ്തവരാ, ഖുർആൻ പഠിച്ചവനാ, അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കിയവനാ. ആ വ്യക്തി നാളെ റബ്ബിൻ്റെ അരികിൽ വരികയാണ്. റഹ്മാനായ റബ്ബ് ചോദിച്ചില്ലേ, മാദാ അമിൽത, ഈ സ്വർഗീയ ആരാമം ലഭിക്കാൻ വേണ്ടി നീ എന്താണ് പ്രവർത്തിച്ചത്? സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നീ എന്താണ് പ്രവർത്തിച്ചത്? അപ്പൊ ഈ വ്യക്തി പറയും, അല്ലാഹുവേ, ഞാനിതാ തഅല്ലംതുൽ ഇൽമ, നിന്റെ ദീന് പഠിപ്പിച്ചു നാദാ, വഅല്ലംതുഹു വഖറഅതു ഫീകൽ ഖുർആന, നിന്റെ ദീന് ഞാൻ പഠിച്ചു, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ ഞാൻ പാരായണം ചെയ്തു. ഈ വ്യക്തി നാളെ പരലോകത്ത് വരുമ്പോ റഹ്മാനായ റബ്ബിനോട് ഈ കാര്യങ്ങൾ പറയുകയാണ്. ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് കേട്ടോ, ഖുർആൻ ഓതിയിട്ടുണ്ട്, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി അടരാടി പോരാടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയും, കദബ്ത, നീ കളവാട്ടോ പറഞ്ഞത്, നീ കള്ള പറഞ്ഞത്, നീ നുണയാണ് പറഞ്ഞത്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു നൽകിയില്ലേ? അതെ, നീ എന്തിനാണ് ഖുർആൻ പാരായണം ചെയ്തത്? നീ എന്തിനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്തത്? നീ എന്തിനാണ് രാത്രി നമസ്കാരങ്ങളിൽ മുഴുകിയത്? നീ എന്തിനാണ് സദഖകളും സകാത്തുകളും കൊടുത്തത്? നീ എന്തിനാണ് ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ സഫിൽ പങ്കെടുത്തത്? നിന്നെക്കുറിച്ച് ആളുകൾ പറയാൻ വേണ്ടിയാണ്. അതല്ല എങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ, നാട്ടുകാർ പറയുമ്പോൾ നിന്റെ മനസ്സിൽ എന്തോ ഒരു ആവേശം, എന്തോ ഒരു താല്പര്യം, എന്തോ ഒരു താൻപെരുമ വർദ്ധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണേ, ഏറെ ഗൗരവത്തോടുകൂടെ എടുക്കണേ. ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട്, ഈ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് റബ്ബിൻ്റെ അരികിൽ പോകുമ്പോൾ ഒന്നുമില്ലാത്ത രൂപത്തിൽ റഹ്മാനായ റബ്ബ് പരിഗണിക്കുക. ഖുർആൻ ഓതിയിട്ടേ നാളെ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. നീ ഹദീസിൻ്റെ ബാക്കി ഇങ്ങനെ ദീർഘാട്ടോ, സ്വതക്ക കൊടുത്ത വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൃദയം നന്നാക്കിയിട്ടാവണം ഏത് കർമ്മം. സ്വതക്ക എങ്ങനെ കൊടുക്കുക അല്ലേ? പോക്കറ്റിൽ നിന്ന് 2000 ഉറുപ്പ്യാണ് കൊടുക്കുമ്പോഴേ മനസ്സിങ്ങട്ട്, ഞാൻ കൊടുക്കണ 2000 അപ്പുറത്തുപ്പുറത്ത് ഇരിക്കണവരൊക്കെ ഒന്ന് കണ്ടോട്ടെ. പള്ളിയുടെ ബക്കറ്റിലേക്ക്, ആ പിരിവിൻ്റെ ബക്കറ്റിലേക്ക് തൻ്റെ പോക്കറ്റിൽ നിന്ന് വലിയ തുകയിടുമ്പോൾ അവിടെയുള്ള ആളുകൾ കണ്ടാൽ ഞാൻ നല്ല സ്വതക്ക കൊടുക്കുന്നവനാണെന്ന് ചിന്തിച്ചൊള്ളട്ടെ എന്ന ചിന്തയിലാണ് പ്രവർത്തിക്കുന്നത്. ആ സ്വതക്ക നാളെ നമുക്ക് നരകത്തിലേക്കുള്ള വിറകായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരാം. പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു തരുന്നൊരു വാചകമുണ്ട്. അവ്വലു മൻ തുസഅറു ബിഹിന്നാർ, നാളെ നരകത്തെ ആദ്യമായി തൊടുന്നവരാരാ?
നാളെ നരകീയ അഗ്നി ആദ്യമായി അനുഭവിക്കുന്നതാരാ? മിനൽ മുവഹിദീൻ, അതേ തൗഹീദുള്ളവരാണ്. അൽ ഉബ്ബാദുൽ മുറാഊന ബിഅഅമാലിഹിം, അടിവരട്ട് കേട്ടോളി, മുവഹിദീങ്ങളാവർ. അൽ ഉബ്ബാദുൽ മുറാഊൻ, ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാതെ മാറി നിന്നവരല്ല കേട്ടോ. നമസ്കാരത്തിന് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലി കേൾക്കുമ്പോ ആ പള്ളിയിലേക്ക് വരാതെ മാറി നിന്നവരല്ല. റമദാൻ മാസത്തിൽ നോമ്പെടുക്കാത്തവരല്ല, ഖുർആൻ പാരായണം ചെയ്യാത്തവരല്ല, സ്വതക്കകൾ കൊടുക്കാത്തവരല്ല. പക്ഷേ അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? അൽ ഉബ്ബാദുൽ മുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട, നാട്ടുകാർ കണ്ടോട്ടെ എന്ന് വിചാരിച്ച. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇത്ര ഗൗരവമാണ് അതൊക്കെ. നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ റഹ്മാനായ റബ്ബ് പരിഗണിക്കുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൂന്നാമത്തത് എന്തെന്നറിയോ? ഹൃദയം പരിശുദ്ധമാക്കാൻ, ഹൃദയം ശുദ്ധമാക്കാൻ, ഹൃദയത്തെ തെറ്റുകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, ശഹവത്തുകളിൽ നിന്ന്, ഇച്ഛകളിൽ നിന്ന് ശുദ്ധീകരിക്കണം. ഹൃദയം നന്നാവാൻ തിന്മകളില്ലാത്തൊരു ജീവിതം നമുക്കുണ്ടാകണം. ഇച്ഛകളുടെ പിന്നാലെ പിന്തുടരാത്തൊരു ജീവിതം നമുക്കുണ്ടാകണം. നമ്മൾ മനസ്സിലാക്കാൻ ഒക്കെ അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഉദാഹരണങ്ങളും ഇങ്ങനെ പഠിപ്പിച്ചു തരിക അല്ലേ. ഒരു മുഅ്മിന് ഒരു പാപത്തെ എങ്ങനെ കാണും, ഒരു മുഅ്മിനല്ലാത്ത വ്യക്തി ഒരു പാപത്തെ എങ്ങനെ കാണും? എന്ത് നല്ല ഉദാഹരണമെന്നറിയോ? വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അംഫിഹി, അതേ ഒരു ഫാജിർ, ഒരു തമ്മാടി എങ്ങനെയാണ് പാപങ്ങളെ അഭിമുഖീകരിക്കുക? ഓൻ്റെ മൂക്കിൻ്റെ മുന്നിലൂടെ പോകുന്ന ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു കൊതുക് അല്ലേ, അതിങ്ങനെ പോകുമ്പോൾ നമുക്ക് അല്ലേ AK-47 വന്നിട്ട് നമ്മൾ വെടിവെക്കൂലല്ലോ, ഒരു കത്തി എടുത്തിട്ട് അതിനെ വെട്ടാൻ നോക്കൂലല്ലോ, അങ്ങനെ കൈകൊണ്ട് തട്ടിക്കളയും. അത്രയും വളരെ നിസ്സാരമായിട്ട്. അതുപോലെയാണ് ഒരു തമ്മാടി, ഒരു ഫാജിർ തിന്മകളെ കാണുക. എന്നാൽ ഒരു മുഅ്മിനോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, അതേ ഒരു മലക്ക് താഴെ അവനിരിക്കുകയാണ്. ഒരു പർവ്വതത്തിൻ്റെ താഴെ അവനിരിക്കുകയാണ്. അവന് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പർവ്വതപ്പൻ്റെ മേത്തേക്ക് ഇങ്ങനെ വീഴും. മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ പൊട്ടാൻ നിൽക്കുന്ന സമയത്ത് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലേ, ആ വാർത്തകളും മറ്റുമൊക്കെ ഇങ്ങനെ നിൽക്കണ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ പോയി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താവും പ്രിയപ്പെട്ടവരെ മാനസികാവസ്ഥ? അതുപോലെ പാപങ്ങളെ കാണുമെന്ന ഒരു മുഅ്മിൻ അല്ലേ, റബ്ബേ എൻ്റെ ജീവിതത്തിൽ ചെറിയ നിസ്സാരമായ ഒരു പാപം വരുന്നത് പോലും ഈ ഗൗരവത്തോടു കൂടെ കാണാൻ ഒരു മുഅ്മിനിനെ സാധിക്കുകയുള്ളൂ എന്ന്. ഇത് നിസ്സാരല്ല. ഇന്നൽ അബ്ദ ഇദാ അഖ്താ ഖതീഅതൻ നുഖിതത് ഫീ ഖൽബിഹി നുഖ്തതുൻ സൗദാ, ഒരു പാപം ഒരു വ്യക്തി ഇങ്ങനെ ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ എന്താവും? ഒരു കറുത്ത പുള്ളി ഇങ്ങനെ ഇടും. അതിങ്ങനെ അവരിങ്ങനെ തുടരുകയാണെങ്കിലോ ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു, എന്നാൽ ആ പാപം ചെയ്തതിന് ശേഷം പിന്നീട് അവൻ അതിൽ നിന്ന് വിട്ടുനിന്നു, അവൻ പശ്ചാത്തപിച്ചു എങ്കിൽ അവൻ്റെ ഹൃദയം പരിശുദ്ധമാവും. എന്നാലോ അവനതിങ്ങനെ തുടർത്തി ഇങ്ങനെ കൊണ്ടുപോയാലുള്ള അവസ്ഥ എന്താ? അവനിതിങ്ങനെ ആവർത്തിക്കുകയാണ്, വർദ്ധിച്ചു വരികയാണ്. അവൻ്റെ ഹൃദയം കടുകട്ടിയുള്ള കറുകറുത്ത ഇരുണ്ട ഹൃദയമായി മാറുന്നതാണ്. നല്ലൊരു കാർഡിയാക്ക് സർജന് ഇങ്ങനെ കീറി മുറിച്ചാൽ കാണാൻ കഴിയൂല ആ കറുപ്പ്, ആ ഇരുട്ട്. പിന്നെ ഒന്നും ഇങ്ങോട്ട് കയറൂല. എത്ര ആയത്ത് പറഞ്ഞാലും, എത്ര ഹദീസ് പറഞ്ഞാലും, എത്ര അള്ളാഹുവിൻ്റെ ദീന് ചർച്ച ചെയ്താലും ഇങ്ങോട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങൂല പ്രിയപ്പെട്ടവരെ. ഹൃദയം കടുത്തു പോയാലുള്ള ഗൗരവമാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് യസ്വദ്ദൽ ഖൽബ്, അവൻ്റെ ഹൃദയം കറുത്ത് കറുകറുത്ത് ആ രൂപത്തിലാകും പാപങ്ങൾ ചെയ്തിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകാനേ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെക്കണം. ഒരിക്കലൊരു വ്യക്തിക്ക് തിന്മകൾ ചെയ്യാനേ താല്പര്യം ഉണ്ടാവുള്ളൂ.
കാന്തം, ഇരുമ്പ് കാന്തത്തെ ആകർഷിക്കുന്നത് പോലെ മനുഷ്യൻ തിന്മകൾ ആകർഷിക്കും. ഒരു സംശയവുമില്ല ആ വിഷയത്തിൽ. ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ജീവിതത്തെ പരിശുദ്ധമാക്കാനും സുന്ദരമാക്കാനുമാണ് പ്രിയപ്പെട്ടവരെ പ്രതിസന്ധി. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു നൽകിയത് അല്ലേ? ആരാണ് അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും സ്വന്തം ഇച്ഛകളെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നത് അവർക്കാണേ സ്വർഗം. ഇതുകൊണ്ട് പിടിച്ചു മാറ്റിയാലാണ് ആ സ്വർഗം ഉള്ളത്. അതുകൊണ്ട് തിന്മകൾ വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം. നമ്മുടെ മൊബൈല് നമ്മളെ തിന്മയിലേക്ക് നയിക്കൊണ്ട് വേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയകൾ റമളാനിൻ്റെ പവിത്രതയെ തൊട്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ മാറ്റിക്കളയുന്നുണ്ടോ എങ്കിൽ അത്തരം ആപ്പുകൾ നമുക്ക് വേണ്ട. നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ സാമ്പത്തികമായ സമുച്ചയങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ അത് വേണ്ട. എങ്കിലത് വേണ്ടാന്ന് അങ്ങനെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയണം. നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ കലാലയങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടോ എങ്കിൽ ഇത്തരം തിന്മകളില്ലാത്ത കലാലയങ്ങൾ നാം തേടണം. ഇത്തരം തിന്മകളില്ലാത്ത സ്കൂളുകളും കോളേജുകളും നാം തേടണം. ഇല്ലെങ്കിൽ എന്താവും? ഭയങ്കര പ്രതിസന്ധിയിലൂടെ ഇങ്ങനെ യാത്രയാകുമ്പോൾ മനുഷ്യനല്ലേ, അതിങ്ങനെ ആ തിന്മയിലേക്ക് പോകാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ, ജീവിതത്തിൽ തിന്മകളില്ലാതിരിക്കാൻ നല്ലോണം പരിശ്രമിക്കുക. പിന്നെ ഹൃദയം നന്നാവില്ല പ്രിയപ്പെട്ടവരെ. വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്താലേ പിന്നെ ഹൃദയം കറുകറുത്ത് കട്ടുകട്ടുത്തു പോകും. പിന്നെ അതിലേക്കൊന്നും ഇറങ്ങൂല, പിന്നെ അതിലേക്കൊന്നും കയറൂല. പിന്നെ ഹൃദയം കുറ്റമറ്റ ഹൃദയവുമായി റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകാൻ നമുക്ക് സാധിക്കില്ല. മറ്റൊന്നെന്തെന്നറിയോ? ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ സ്മരിക്കലാണ്, ദിക്റുകൾ ചൊല്ലലാണ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതായി പോകുന്ന ഒരു കർമ്മമാണ് ദിക്ർ എന്നുള്ളത്. നമ്മൾ ബിദ്അത്തായിട്ടുള്ള എല്ലാ ദിക്റുകളെ ഒഴിവാക്കാൻ പറയുമ്പോഴും അതിനെ എതിർക്കുമ്പോഴും സുന്നത്തായിട്ടുള്ള ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചില്ലേ? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്, ആശ്വാസമേകുന്നത്, ശമനം ലഭിക്കുന്നത്, കുറ്റമറ്റ ഹൃദയമായി മാറുന്നത്. ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണമാണ്. നോക്കിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, മസലുല്ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. എന്താ ഹദീസ്? അള്ളാഹുവിനെ സ്മരിക്കുന്നൊരു വ്യക്തിയും സ്മരിക്കാത്തൊരു വ്യക്തിയും ജീവനുള്ളവനെ പോലെയും ജീവനറ്റവനെ പോലെയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരുന്നൊരു വാചകം കേട്ടോ. ഒരു ഹൃദയത്തിന് ദിക്റുകൾ എന്നുള്ളത് ഒരു മീനിന് വെള്ളം, ജലാശയം എത്രത്തോളം ആവശ്യമാണോ അതുപോലെയാണ്. വെള്ളമില്ലാതൊരു മീന് എത്ര സമയം ജീവിക്കും? അതുപോലെയാണ് ദിക്റുകളില്ലാതെ ഒരു ഹൃദയം എത്ര സമയം ജീവിക്കും. എത്ര മനോഹരമായ ഉദാഹരണമാണ്. ദിക്റുകളില്ല, ദുആകളില്ല, പ്രാർത്ഥനകളില്ല, കീർത്തനങ്ങളില്ല. മനസ്സ് ഏറെ അസ്വസ്ഥമാണ്, മനസ്സ് ഏറെ പ്രയാസപ്പെടുകയാണ്, മനസ്സ് ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഏതെങ്കിലും സൈക്കാട്രി വിഭാഗത്തിലെ തലവന്മാരിലേക്കാണ് നാം നമ്മുടെ പ്രതിസന്ധികൾ ബോധിപ്പിക്കുന്നത്. കൗൺസിലിംഗ് മേഖലയിലുള്ള സൈക്കോളജിസ്റ്റുകളുടെ അരികിലേക്കാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നാം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിനോട് പ്രാർത്ഥിച്ചൂടെ? റബ്ബിന് വേണ്ടി ദിക്റുകൾ അർപ്പിച്ചൂടെ? അല്ലാഹ് പറഞ്ഞതാണിത്. ഖുർആൻ ഓതിയാൽ, ദിക്റുകൾ ചൊല്ലിയ മനസ്സുകൊണ്ട് ശാന്താകുന്നു. കുറ്റമറ്റ ഹൃദയവുമായി റഹ്മാനായ റബ്ബിൻ്റെ അരികിലൂടെ റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകാൻ കഴിയും. എത്രയെത്ര ആയത്തുകൾ കാണാൻ കഴിയും. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം.
അവരെങ്ങനെയാണ് ദിക്റുകൾ? അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ഗുണം എടുത്തു പറഞ്ഞതാ. അവർ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ദിക്റുകളാണ്. ഒരു സമയത്ത് പോലും ഒഴിവാക്കുന്നില്ല. എന്താ നമുക്ക് പ്രിയപ്പെട്ടവരെ സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നമുക്ക് പ്രയാസമുണ്ടോ? യാത്രയിൽ ചൊല്ലിക്കൂടെ? നടത്തത്തിൽ ചൊല്ലിക്കൂടെ? നമ്മുടെ മറ്റുള്ള ജോലികളിൽ ചൊല്ലിക്കൂടെ? അല്ലാഹു അക്ബർ എന്ന് പറയാൻ നമുക്ക് പ്രയാസമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ ചൊല്ലാൻ നമുക്ക് പ്രയാസമുണ്ടോ? ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഏറെ ഗൗരവമാണ്. ഇല്ല എന്ന് പറയാനാണ് നമ്മുടെ മനസ്സ് പരിശ്രമിക്കുന്നതെങ്കിൽ നമ്മളേറെ സൗഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ. സൗഭാഗ്യവാന്മാരെ നമ്മൾ മാറി. അള്ളാഹുവിൻ്റെ കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ. വിശ്വാസികളെ വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന, നിങ്ങൾ എന്ത് ചെയ്യും? ധാരാളം ദിക്ർ, ധാരാളം അള്ളാഹുവിനെ ഓർക്കും, സ്മരിക്കുമെന്ന്. എത്രയെത്ര ഹദീസുകളാണ്. ഇദാ മറർതും ബിരിയാദിൽ ജന്ന. ഇനിയോ മറ്റൊന്ന്, അറിവ് പഠിക്കുന്ന സദസ്സുകളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇതെന്താ അറിയോ? നമ്മുടെ ഈമാൻ എങ്ങനെ കയറും ഇറങ്ങും. അങ്ങനെ പ്രഷർ നോക്കുന്ന മെഷീനിൽ ഡോക്ടർ ഇങ്ങനെ അടിച്ചിട്ട് കയറിയിട്ട് ഒറ്റ ഇറക്കണ്ടല്ലോ, അതുപോലെയാണ് നമ്മുടെ ഈമാൻ കയറും ഇറങ്ങും. ഇത്തരം അറിവ് പഠിക്കുന്ന സദസ്സിലിരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ അങ്ങനെ കൂടും. സ്വാഭാവികമാണ് അല്ലേ? ഈമാൻ അങ്ങനെ കൂടും. ആയത്ത് കേൾക്കുമ്പോൾ, ഹദീസ് കേൾക്കുമ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ താഴോട്ടാണ് ഇറങ്ങും. പിന്നെ ഇതേപോലെ കയറണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂസ്റ്റ് ഡോസ് ഇങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് നമ്മളെ ഈമാൻ അങ്ങനെ ഒരേ ലെവലിൽ നിർത്താൻ സുന്ദരമായ അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുള്ളൂ. ഒരു സംശയമൊന്നുമില്ല. അതുകൊണ്ട് അറിവ് പഠിക്കുന്ന സദസ്സുകളിലിരുന്നാൽ ഹൃദയം സുന്ദരമാകും, മ്ലേച്ഛതകളില്ലാതെയാകുമെന്ന് അല്ലേ എത്രയെത്ര ഹദീസുകളിലൂടെ കാണാൻ കഴിയും. ഇദാ മറർതും ബിരിയാദിൽ ജന്ന. ആരെങ്കിലും അതേ റിയാദുൽ ജന്നയിലൂടെ, സ്വർഗീയ പൂന്തോപ്പിലൂടെ നടക്കുകയാണെങ്കിൽ, അതേ നിങ്ങൾ ആ ഒരു സദസ്സിലേക്ക് കയറിയിരിക്കണേ. വമാ റിയാദുൽ ജന്ന, ആ റിയാദുൽ ജന്ന എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹിലഖുൽ ദിക്ർ, ദിക്റിന്റെ സദസ്സുകളാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകൾ അല്ലേ, ദിക്ർ ചൊല്ലുന്ന സദസ്സുകൾ, അള്ളാഹുവിൻ്റെ ദീന് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ. പണ്ഡിതന്മാരെ ഇത്തരം ഹദീസുകളെ വിശദീകരിക്കുകയാണ്. മജാലിസുൽ ഇൽമി വഹിലഖുൽ ദിക്രി ഫീഹാ ഹയാത്തുൽ ലിൽ ഖുലൂബി വതഹാറത്തുൽ ലിൻനുഫൂസ്. ഇത്തരത്തിലുള്ള സദസ്സുകളൊക്കെ എന്താണ്? മജാലിസുൽ ഇൽമാണ്, ദീനിൻ്റെ സദസ്സുകളാണ്, ദിക്റിൻ്റെ ഹൽഖകളാണ് അല്ലേ. ഇവയൊക്കെ ഹയാത്തുല്ലിൽ ഖുലൂബ്, നിൻ്റെ ഹൃദയത്തിന് ജീവൻ നൽകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിര. ഇനി മറ്റൊന്നോ, ഹൃദയം നന്നാവാൻ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ്റെ മാസമല്ലേ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ വലിയ പ്ലാൻ കണ്ടോരാ അല്ലേ. ഇൻഷാ അല്ലാഹ് ഇമാം ഷാഫിഈയുടെയും വിജ്ഞാനവേദികളിലൂടെയും റമദാൻ, അഖില റമദാനിലൂടെയൊക്കെ ഇത്ര ഖത്തം ഇന്ന പണ്ഡിതൻ തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഇത്ര ഖത്തം തീർക്കുന്നൊക്കെ വലിയ ആവേശത്തോടെ കൂടിയിട്ട് നമ്മൾ തുടങ്ങി വെച്ചതാണ്. നമ്മളൊക്കെ ഇത്രത്തോളം ആയിട്ടുണ്ട് എന്ന് നമ്മളെ സ്വന്തത്തോടൊന്ന് ചോദിക്കാം. ഹാസിബൂ ഖബല അൻ തുഹാസബൂ. നമ്മളൊന്ന് സ്വവിചാരണ ചെയ്യും. റഹ്മാനായ റബ്ബ് നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്കുക. ഖുർആൻ പാരായണം നിൻ്റെ ഹൃദയത്തെ മ്ലേച്ഛതകളിൽ നിന്ന് രക്ഷിക്കുമെന്നും കുറ്റമറ്റ ഹൃദയവുമായി നിനക്ക് റബ്ബിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകാൻ ആ ഖുർആൻ പാരായണം സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിൻ്റെ ഹൃദയത്തിലുള്ള രോഗങ്ങൾക്കുള്ള ശമനമാണ് കേട്ടോ ഖുർആൻ. എന്നാരാ പഠിപ്പിക്കുന്നത്? റഹ്മാനായ റബ്ബ്, അള്ളാഹുവിൻ്റെ കലാം. എത്രയെത്ര ആയത്തുകൾ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും, എത്രയെത്ര ഹദീസുകൾ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. എന്താണ് ആ ഖുർആൻ പഠിക്കാൻ, എന്താണ് ആ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് പ്രയാസം? എന്താ നമുക്ക് പ്രയാസം? ഒരു പ്രയാസമില്ല. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആനിനെ എളുപ്പമാക്കിയിട്ടുണ്ട്. ആരാ പറഞ്ഞേ? ആ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല.
അള്ളാഹുവിൻ്റെ കലാമ് നിങ്ങൾക്ക് എളുപ്പാട്ടോന്ന്. അത് എളുപ്പാണെന്ന് നമ്മൾ പറയാം, ടാസ്ക്കാണ് കേട്ടോ. ഫാത്തിഹയും അൽ ബഖറയും ആൽ ഇംറാനും നിസാഉം മാഇദയും അൻആമും അറാഫും അൻഫാലും തൗബയും യൂനുസും ഹൂദും യൂസഫും റഅദും അങ്ങനെ 114 സൂറത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ല. കാരണം അത് ഖുർആൻ എളുപ്പമാണ്. നമ്മൾ ഖുർആനിനെ വേണ്ട രൂപത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇടയ്ക്കൊക്കെ നമുക്ക് പ്രയാസമായി തോന്നലുള്ളത്. ആ ഖുർആൻ പാരായണം ഹൃദയത്തെ കുറ്റമറ്റ ഹൃദയമാക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്നൊന്നോ, ഒറ്റയ്ക്കുള്ള കർമ്മങ്ങൾ, ആരാരും കാണാതെ, ആരാരും അറിയാത്ത, ആരാരും കേൾക്കാത്ത ചില കർമ്മങ്ങൾക്കും നിങ്ങൾക്ക് ഉണ്ടാകണം. ആരും അറിയണ്ട. ഓൻ രാത്രി നിസ്കരിക്കണവനാന്ന് ആരും പറയണ്ട, ഓൻ സദഖ കൊടുക്കണവനാന്ന് ആരും പറയണ്ട. ആരും അറിയാത്ത ചില കർമ്മങ്ങൾ നമുക്കുണ്ടാകും. കാരണം അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൻ നഖിയ്യൽ ഖഫിയ്യ. ചില അടിമകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആരവർ? തഖ്വയുള്ളവർ, അല്ലേ? സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുന്നവർ, ഗോപ്യമായി ആരാരും അറിയാതെ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. വറജുലൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ. ഒരു വ്യക്തി അള്ളാഹുവിനെ ഓർത്ത് കരയാണ്, അല്ലേ? അവൻ്റെ ഗുണം എന്താ? നാളെ എവിടെയോന്? നാളെ എവിടെ? അർശിൻ്റെ തണലിലല്ലേ പ്രിയപ്പെട്ടവർ? അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടവരുടെ ഗുണം എത്രയാണ്, പ്രതിഫലം എത്രയാണ്. ഇങ്ങനെ കരഞ്ഞൊരു വ്യക്തിയെ അവനെ നരകം സ്പർശിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാരും അറിയാതെ റബ്ബിൻ്റെ മാർഗത്തിൽ, റബ്ബിൻ്റെ ദീനിന് വേണ്ടി റബ്ബ് നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്ത് കരയാൻ, കണ്ണിൽ നിന്ന് കണ്ണീരൊൽപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. എന്നാലോ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്യുന്ന പാപങ്ങളോ അത് നമ്മുടെ ഹൃദയത്തെ കേടുവരുത്തും, ഹൃദയത്തെ കേടുവരുത്തും. ഒരു സംശയമില്ല. അത് വളരെ ഗൗരവത്തോടു കൂടെ തന്നെ ചെയ്യണം. മാത്രമല്ല, ഹൃദയത്തെ കേടുവരുത്തുന്നു മാത്രമല്ല കേട്ടോ, ഒറ്റയ്ക്കുള്ള തിന്മകൾ നമ്മുടെ ദുനിയാവിനെ തന്നെ ഇല്ലാതാക്കുന്ന, ദുനിയാവിനെ തന്നെ. ഇന്നദ്ദുനൂബൽ ഖലവാത് ഹിയ അസ്ലുൽ ഇന്തികാസാത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരാരും കാണില്ല, കേൾക്കില്ല, അറിയില്ല എന്ന് വെച്ച് ചെയ്ത പാപങ്ങൾ നിന്റെ ദുനിയാവിൻ്റെ പതനത്തിന് തന്നെ കാരണമാക്കുമെന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവർ, ഈ വിഷയങ്ങളൊക്കെ ഒറ്റയ്ക്കുള്ള കുറേ കർമ്മങ്ങൾ നമുക്കുണ്ടാകണം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ചില കർമ്മങ്ങൾ, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എങ്കിലേ നമ്മുടെ ഹൃദയം കുറ്റമറ്റ ഹൃദയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇതിനൊക്കെ നല്ല പരിശ്രമം തന്നെ വേണ്ട, വെറുതെ ഒന്നും കിട്ടൂല. വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബലനാ. അതേ, ആശ്രാന്ത പരിശ്രമം നടത്തുന്ന, നമ്മുടെ മാർഗത്തിൽ പോരാട്ടത്തിൽ ഏർപ്പെട്ടവരാരോ അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ പരിശ്രമിക്കുക, രാത്രി നിസ്കരിക്കാൻ, അല്ലേ? ആരാരും കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത സ്വതക്കകൾ കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ റബ്ബ് ആ വഴി നമുക്കിങ്ങനെ എളുപ്പാക്കി തരും, ആ വഴി ഇങ്ങനെ സുന്ദരമാക്കി തരും. ഇനി അതല്ലാത്ത മറ്റു ചില തിന്മകൾ നമ്മൾ ഏറെ ഗൗരവമായി കാണണം. ബാഹ്യമായി നാം ചെയ്യുന്ന തിന്മകൾ, ഇപ്പം രഹസ്യമായ തിന്മകൾ മനസ്സിലാക്കുക, ബാഹ്യമായി നാം ചെയ്യുന്ന തിന്മകളും നമ്മുടെ ഹൃദയം കേടുവരുത്തുമെന്നുള്ളതാണ് പണ്ഡിതന്മാരെ പഠിപ്പിച്ചു നൽകിയത്. നമ്മളെ ഹൃദയം കേടുവരുത്തും. എത്രയെത്ര ഹദീസുകളും ആയത്തുകളുമൊക്കെ ഇത്തരം വിഷയങ്ങളിൽ കാണാൻ കഴിയും. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കണം. നല്ല പ്രത്യക്ഷമായതും പരസ്യമായ ജീവിതവും സുന്ദരമാകണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മയ്യുഖാലിൽ. ഒരു വ്യക്തി തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലാണെന്നില്ല, അതായത് നമ്മൾ കൂട്ടുകെട്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ആകെ മാറാൻ കഴിയണില്ല, നേരാവാൻ കഴിയണില്ല, ഹൃദയമൊന്നും ഇങ്ങനെ ഒരു ഖുശൂ കിട്ടണില്ല, നമ്മുടെ കൂട്ടുകെട്ടിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും. നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മോടൊപ്പം സഹവസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അവരിന്നിങ്ങനെ കേൾക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും.
നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് മനസ്സ് ശുദ്ധിയാവണമെങ്കിൽ നന്മയുള്ള കൂട്ടുകെട്ട് നമുക്കുണ്ടാകണമെന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവർ, പ്രതീക്ഷയോടൊപ്പം ഭയവും ഉണ്ടാവണം. പ്രതീക്ഷയോടൊപ്പം ഭയവും ഉണ്ടാവണം. പഠിച്ചോനെ, എൻ്റെ റബ്ബ് എനിക്ക് സ്വർഗം തരും, അതോടൊപ്പം നാദാ അതെങ്ങാനും സ്വീകരിച്ചില്ലെങ്കിലോ എന്ന ഒരു ചിന്തയും നമുക്കുണ്ടാകും. കാരണം നമ്മുടെ മുൻഗാമികളുടെ ജീവിത ചരിത്രമൊക്കെ എടുക്കുമ്പോൾ അവർ ഒരു കർമ്മം നിർവഹിച്ചിട്ട് അത് സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്ന വിഷയത്തിൽ ഏറെ ഭയം അവർക്കുണ്ടായിരുന്നു എന്നാ. ഇത് സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്ന വിഷയത്തിൽ ഏറെ ഭയം അവർക്കുണ്ടായിരുന്നു എന്നാ. എത്ര പണ്ഡിതന്മാരുടെ കൗലുകൾ കാണാൻ കഴിയും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, കൂനൂലി ഖബൂലിൽ അമലി. മുൻഗാമികൾ എങ്ങനെയായിരുന്നു? അവരവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനായിരുന്നു. അവരവരുടെ കർമ്മങ്ങൾ റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമോ എന്ന വിഷയത്തിലായിരുന്നു അവരേറെ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഒരു കർമ്മം ചെയ്യുന്നതിനേക്കാൾ ഗൗരവം അവരെങ്ങനെ കണ്ടിരുന്നത്? കർമ്മങ്ങൾ സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്ന വിഷയത്തിലായിരുന്നു. മഹാനായ ഇബ്നു അബി മുലൈക്ക റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്, അദറക്തു സലാസീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫുൻ നിഫാഖ അലാ നഫ്സിഹി. ഞാൻ 30ഓളം സഹാബത്തിനെ കണ്ടു. ആ 30 സഹാബത്തും ഒരു സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു. ഒരു മുനാഫിക്കായിട്ടല്ല കേട്ടോ, സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെടുക. പഠിച്ചോനെ, ഞാൻ നല്ലവനാണോ നല്ലവനല്ലേ എന്ന പേടി അവർക്കുണ്ടായിരുന്നു. ഇത് കടങ്കഥകളോ മുത്തശ്ശി കഥകളോ പഴഞ്ചൊല്ലുകളോ ഒന്നുമല്ല. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരുന്ന വാചകങ്ങളാണ്. ഈ ഒരു ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കണ്ണുകൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഹൃദയമാണ് എന്താക്കുക, നമ്മുടെ ഹൃദയം നമ്മെ തിന്മയിലേക്ക് ഇങ്ങനെ ക്ഷണിക്കും. എന്നല്ല കണ്ണൊരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ചയിലൂടെ മനുഷ്യരൻ അനുഭവിക്കുന്നത് ഹൃദയമാണ് അല്ലേ. അവൻ്റെ ശരീരം ആസ്വദിക്കുകയാണ്. ആ തിന്മയിലേക്ക് പിന്നെ ആ കണ്ണുകൊണ്ട് അവനിങ്ങനെ യാത്രയാകും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വലിയൊരു കൽപ്പന എന്ത്, കുല്ലിൽ മുഅ്മിനീൻ യഗുദ്ദൂ മിൻ അബ്സാരിഹിം. മുഅ്മിനീങ്ങളോട് നബിയെ പറഞ്ഞു കൊടുക്കണം എന്താ ചെയ്യേണ്ടത്? അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ. ഇതൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകളാണ്, ആയത്തുകളാണ്, ഹദീസുകളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്, കേൾക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവസാനമായിട്ട് പ്രാർത്ഥനയാണ്, ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകണം. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറച്ച് നിർത്തേണമേ. നല്ലോണം പ്രാർത്ഥിച്ചോളി. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. വല്ലാത്തൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമുക്കൊക്കെ അറിയാട്ടോ അല്ലേ. പടച്ചോനെ, നിന്നെ ഭയപ്പെടാത്തൊരു ഹൃദയം, ഉപകാരപ്രദമല്ലാത്തൊരു അറിവ്, സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനകൾ, അതിനൊക്കെ തൊട്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, കേഴുകയാണ്, ആവലാതി ബോധിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. കാരണം നമ്മുടെ ഹൃദയം എന്നുള്ളത് സുന്ദരമാകണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. അല്ലാഹുവേ, മോശപ്പെട്ട സ്വഭാവങ്ങൾ, മോശപ്പെട്ട ഇച്ഛകൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇവയെ തൊട്ടെല്ലാം ഞാൻ ശരണം ചോദിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ കഴിയണ്ടേ പ്രിയപ്പെട്ടവരെ നമുക്ക്? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നോടെന്ന പോലെ ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോയി എന്ന് മാത്രമാണ് അല്ലേ. കേവലം ഇങ്ങനെ എഴുതി വെച്ച
നോട്ട് ചെയ്ത ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ. കാരണം ഇന്ന് ഞാനല്ല ക്ലാസ് എടുക്കേണ്ടത്, മറ്റൊരു വ്യക്തിയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ ക്ലാസ് എടുത്ത് പോയ ആളാണ്. ഇപ്പോൾ പെട്ടെന്നൊരാളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലോട് പറയുമെന്ന ഒരു ചിന്തയിൽ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് എൻ്റെ മനസ്സിനോട്, എൻ്റെ ഹൃദയത്തോട്, എൻ്റെ ശരീരത്തോട് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, കേട്ടതിനും പറഞ്ഞതിനുമൊക്കെ ഉപരി ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ലാതെ ഈ കേൾവി കൊണ്ടോ ഈ ഇരുത്തം കൊണ്ടോ ഒരു ഉപകാരം ഉണ്ടാവില്ല, നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. നാളെ പരലോകത്ത് ഈ ഇരുത്തം ഉപകാരപ്രദമാവണമെങ്കിൽ ഈ കിട്ടിയ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കാരണം എന്താ പറഞ്ഞത് എന്നറിയോ? ഒരുപാട് പഠിച്ചിട്ട് ഒരുപാട് അറിവുണ്ടായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തൊരവസ്ഥ അത് യഹൂദികളാണ്. ആരാ യഹൂദികൾ? നമ്മൾ നെന്നത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നിന്റെ കോപത്തിനിരയായ പിഴച്ച കക്ഷികളിൽ എന്നെ ഉൾപ്പെടുത്തല്ലേ നാദാ. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇങ്ങനെ വിശദീകരണം പറയവേ പഠിപ്പിച്ചു തരുന്ന ഏറെ ഗൗരവമേറിയൊരു കാര്യമുണ്ട്. യഹൂദികളുടെ സ്വഭാവം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഇൽമുണ്ട്, പ്രവർത്തിക്കൂല. ഇൽമും ബില അമൽ, അറിവുണ്ട് അവർ പ്രവർത്തിക്കൂല. അതാണ് യഹൂദികൾ. അറിവുണ്ടായിട്ട് അവർ പ്രവർത്തിക്കൂല. ഇപ്പം ഇതേ കാറ്റഗറി, ഇതേ രീതി, ഇതേ ശൈലി, ഇതേ രൂപം ചില വ്യക്തികൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവരും ആ കൂട്ടത്തിലാണ്. ഏത് കൂട്ടത്തിൽ? അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളി. വിജ്ഞാന സദസ്സുകളൊക്കെ മുൻനിരയിലുണ്ട്. പക്ഷെ കേൾക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രദ്ധയോ താല്പര്യമോ ത്വരയോ ഇല്ല എങ്കിൽ നമ്മൾ തന്നെ നെന്നത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ തന്നെ നെന്നത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലതാണ്. നമ്മൾ തന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കാനോ നമുക്ക് ആലോചിക്കാനോ കഴിയോ? അതുകൊണ്ട് പറയുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഹൃദയം കുറ്റമറ്റ ഹൃദയവുമായി റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് പോകണം. അതിന് ദിക്റുകൾ ഉണ്ടാകണം, ദുആകൾ ഉണ്ടാകണം, പ്രാർത്ഥനകൾ ഉണ്ടാകണം, കീർത്തനങ്ങൾ ഉണ്ടാകണം. ഒരു ദിവസം എടുത്തോളി, ഒറ്റ ദിവസം അല്ലേ. നമ്മൾ പ്രഭാതത്തിൽ എണീക്കപ്പോഴാണ് ഒന്ന് സഹൂറിൻ്റെ സമയത്തില്ലേ, താഴത്തിൻ്റെ സമയത്ത്. നമുക്ക് ഈ നോമ്പിന് മാത്രം പോരട്ടോ, നോമ്പല്ലാത്ത സമയത്ത് ഉണ്ടാകണം. യൻസിലു റബ്ബുന തബാറക വതആല കുല്ലി ലൈലത്തിൻ ഇലസ്സമാഇ ദുനിയാ. അതേ ഒന്നാം ആകാശത്തേക്ക് റഹ്മാനായ റബ്ബ് അതേ ആ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് എന്താ പറയുന്നത്? മയ്യദൂനി ഫഅസ്തജീബ ല. ആരാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത് അവർക്ക് ഞാൻ ഉത്തരം തരാം. ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് അവർക്ക് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം തരാം. ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് അവർക്ക് ഞാൻ പാപമോചനം തരാം. ആ സമയമാണ് കഴിഞ്ഞിട്ടോ പ്രാർത്ഥിക്കാനും ദിക്റുകൾ ചെല്ലാനും ദുആകൾ ചെയ്യാനുമുള്ള സമയം. പിന്നെ സുന്നത്ത് നമസ്കാരം അല്ലേ? ഏതാ നമസ്കാരം? 2 റക്അത്ത് സുബഹിൻ്റെ മുന്നുള്ള സുന്നത്ത്. നമ്മൾ റമദാനിൽ മാത്രമല്ല കേട്ടോ, അല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാവണം. ഇനി ആ ജമാഅത്ത് നമസ്കാരം, അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ, കീർത്തനങ്ങൾ, അദ്കാറു സ്വബാഹ് അല്ലേ, പ്രഭാത പ്രാർത്ഥനകൾ. കേവല നമസ്കാരത്തിന് ശേഷം കുറച്ച് അസ്തഗ്ഫിറുല്ലയും അൽഹംദുലില്ലയും അല്ലാഹുമ്മ അൻത സലാമിൻക സല തബാറക, ഒറ്റ പോക്കാണ്. എന്ത് സ്പീഡാണെന്നറിയോ? ഇങ്ങനെ ചെല്ലേണ്ട പ്രാർത്ഥനകളാണോ ഇതൊക്കെ? ഇങ്ങനെ ചെല്ലേണ്ട പ്രാർത്ഥനകളാണോ? സുബ്ഹാനല്ലാഹ് എന്നാണ് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ അള്ളാഹു എത്ര പരിശുദ്ധനെന്ന ആ പദം ഇങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് മനസ്സിലിങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണം നമുക്ക്. അപ്പോഴേ ഈ പ്രാർത്ഥനകളൊക്കെ റബ്ബിൻ്റെ അരികിൽ സ്വീകാര്യമാവുള്ളൂ പ്രിയപ്പെട്ടവർ. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് വലിയവൻ. എനിക്കെന്തൊക്കെ പ്രതിസന്ധി വന്നാലും, ഭരണകൂട ഭീകരതയുടെ ഭാഗത്തുനിന്ന് വന്നാലും, ഇനി എന്തൊക്കെ ഈ ലോകത്ത് കടന്നു പോകാൻ, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ. ഇതൊക്കെയാണ് ഈ പ്രാർത്ഥനകൾ നമുക്ക് സമ്മാനിക്കുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ശൈനി കുല്ലാ വലാ തക്ലിനി ഇലാ നഫ്സി തറഫത ഐൻ.
എന്താ പ്രിയപ്പെട്ടവരാ പ്രാർത്ഥനയുടെ അർത്ഥം? കുറച്ചോനെ എൻ്റെ എല്ലാ കാര്യവും ശരിയാക്കിത്താ, അതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കല്ലേ എന്ന്. ഇത് കിട്ട അർത്ഥമറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ച ഒരു വിശ്വാസിയുടെ റബ്ബുമായിട്ടുള്ള ബന്ധം എത്രയാ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും, നമ്മുടെ ഹൃദയം സുന്ദരാകും അല്ലേ? ഹൃദയം സുന്ദരമാകും. അതുപോലെ തന്നെ അദ്കാറുൽ മസാ, പ്രദോഷ പ്രാർത്ഥനകൾ നമ്മൾ മറക്കാൻ പാടില്ല. ഒരു ദിവസം എത്ര തവണ ആയത്തിൽ കുറിച്ച് ചെല്ലണം? ഒരു ദിവസം എത്ര തവണ ആയത്തിൽ കുറിച്ച് ചെല്ലണം? 8 തവണ ചെല്ലണം. പിശാച് വന്നിട്ട് പറയാ, ഇത് ചൊല്ലിക്കൊൻ്റെ പ്രയാസം ഉണ്ടാവൂലെന്ന്, ഇത് ചൊല്ലിക്കൊൻ്റെ പ്രയാസം ഉണ്ടാവൂലെന്ന്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത സൂറത്താണ്, ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. 8 തവണയെ ചെല്ലുണ്ട്. എപ്പോഴൊക്കെ? രാവിലെയും വൈകുന്നേരവും 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം, ഒന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ. ഇങ്ങനെ ദിക്റുകളിലും ദുആകളിലും പ്രാർത്ഥനകളിലും കീർത്തനങ്ങളിലുമായി മുന്നോട്ട് പോയേക്ക് വല്ലാത്തൊരു മനസ്സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ഉറപ്പാണ്. ഖുർആൻ ഓതാത്തൊരു ദിവസം പോലും എന്നിൽ നിന്ന് കഴിഞ്ഞു പോകില്ല എന്നൊരു ഉറച്ച തീരുമാനം എടുത്തൊക്കെ നമ്മുടെ ഹൃദയം അനുഭവിക്കുന്ന വല്ലാത്ത അനുഭൂതി നമുക്ക് കണക്കാക്കാൻ കഴിയാത്തതാവും പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാവും. ആ രൂപത്തിൽ ഇത്തരം വിഷയങ്ങളെയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, കേൾക്കുന്നതിലും പറയുന്നതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് തരണേ നാഥ. കുറ്റമറ്റ ഹൃദയവുമായി നിൻ്റെ സന്നിധിയിലേക്ക് വരാനുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണേ നാഥ. റഹ്മാനായ റബ്ബേ, ദീന് പഠിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണേ നാഥ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി സഹോദരങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ റബ്ബേ ശിഫയാക്കണേ അല്ലാ. സാമ്പത്തിക പ്രതിസന്ധികളാൽ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ റബ്ബേ പരിഹാരമേകണേ അല്ലാ. മുസ്ലിം ഉമ്മത്ത് ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ, നാനാദിക്കുകളിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രയാസത്തിന് എളുപ്പം നൽകണേ അല്ലാ. അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിന് എന്നും പ്രതാപം നൽകണേ അല്ലാ. ആരൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും, ആരൊക്കെ പ്രയാസപ്പെടുത്താൻ നോക്കിയാലും റഹ്മാനായ റബ്ബേ, മുസ്ലിം ഉമ്മത്തിന് എന്നും ഇസ്സത്തുള്ള പ്രതാപമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.